എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സൈൻ വേവ് ഇൻവെർട്ടറിനെ കുറിച്ച് തന്നെയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രധാന വിഷയം സൈൻ വേവ് ഇൻവെർട്ടറിലും കൂടാതെ MPPTയിലും വരുന്ന ഹെക്സ് കോഡ്. അപ്പോൾ അതിൽ റൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ് എക്സ് കോഡായിട്ട് വരുന്നത്. അപ്പോൾ ഈ എക്സ് കോഡ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാൻ പഠിക്കുന്നത് അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതൊരു തുടക്കക്കാർക്കായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ എക്സ് കോഡ് എഡിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ വരുന്ന A to Z ഭാഗം എഡിറ്റ് ചെയ്യുകയും അതുമല്ലെങ്കിൽ അതിൽ വരുന്ന പ്രധാന ലോഗോ നെയിം എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നോർമലി എല്ലാവർക്കും അറിവുണ്ടാകാം. എന്നിരുന്നാലും ഇത് തുടക്കക്കാർക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു അറിവുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് എടുക്കുവാനായിട്ടുള്ള ഒരു ആലോചന വന്നത്. അപ്പോൾ പൊതുവെ സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ ആയാലും MPPTയുടെ ആയാലും പ്രോഗ്രാമുകൾ ഇൻവെർട്ടറുകൾ അസംബിൾ ചെയ്യുന്നവരോ ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയുള്ളവരിലൊക്കെ ഉണ്ടാകും. കൂടുതലും ആളുകൾക്ക് അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് കൃത്യമായിട്ടുണ്ടാകില്ല. അപ്പോൾ അതൊരു തുടക്കക്കാർക്കൊക്കെ ഇത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള അറിവ് പൊതുവേ ഉണ്ടാവില്ല. ആയതിനാൽ സാധാരണ നമ്മളുടെ ഒരു പേരാണ് കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ നമുക്കുള്ള ഒരു ഫേമിൻ്റെ പേരാണ് ഇതിൽ ലോഗോ നെയിമായിട്ട് കൊടുക്കാറ്. അപ്പോൾ ഈ ലോഗോ നെയിമായിട്ട് നമ്മൾ ഇതിൽ കൊടുക്കുന്നത് ഹെക്സ് കോഡ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഈ ഹെക്സ് കോഡ് വരുന്നത് നമ്പറുകളായിട്ടും ആൽഫാബറ്റായിട്ടുമാണ് ഓരോ ലെറ്ററും വരുന്നത്. ഉദാഹരണത്തിന് ABCD. അപ്പോൾ ഈ 4 ലെറ്ററിനും നമ്പറുകളും ആൽഫാബറ്റുകളും കൂടിയായിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പോൾ ആ ഒരു നമ്പറുകൾ നമുക്കിവിടെ കിട്ടുകയാണെങ്കിൽ ആ നമ്പറുകൾ ഇതിലോട്ട് ടൈപ്പ് ചെയ്ത് ചേർക്കുക. അതായത് എഡിറ്റ് ചെയ്യാവുന്ന ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. നമ്മളിവിടെ ഓപ്പൺ ചെയ്യുന്നത് Pikit 3 ആണ്. Pikit 3യിൽ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു വിൻഡോയിൽ ഈ നമ്പറുകൾ ടൈപ്പ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്പറുകൾ ടൈപ്പ് ചെയ്ത് ചേർക്കുമ്പോൾ തന്നെ അത് റിവേഴ്സായിട്ടാണ് വരേണ്ടത്. അപ്പോൾ നമ്പറുകൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നമ്പറിലെ അക്കങ്ങൾ, അതായത് A എന്നുള്ളതിൽ സാധാരണ 2 അക്കങ്ങളാണ് ഉണ്ടാകാറ്. അപ്പോൾ ഈ 2 അക്കങ്ങളിൽ ഒരക്കം റിവേഴ്സ് ഇട്ടിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ റിവേഴ്സ് ഇട്ടിട്ട് ഇതിൽ കോളങ്ങളായിട്ടാണ് ഈ അക്കങ്ങൾ വരുന്നത്. അപ്പോൾ 2 ലെറ്റർ ആയിരിക്കും ഇല്ലെങ്കിൽ 3 ലെറ്റർ റിവേഴ്സായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താണ് നമ്മളുടെ പേര് അല്ലെങ്കിൽ നമ്മളുടെ ലോഗോ നെയിം ഇതിൽ എഡിറ്റ് ചെയ്ത് ചേർക്കുന്നത്. അതിനുശേഷം ഈ ഫയൽ എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്നു. പിന്നെ നമുക്ക് ICയിലോട്ട് റൈറ്റ് ചെയ്യുമ്പോൾ ഈ സേവ് ചെയ്ത് വെച്ച ഫയൽ ഡയറക്റ്റ് എടുത്ത് റൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ ലോഗോ നെയിം ഡിസ്പ്ലേയിൽ വരുന്നതാണ്. ഇനിയിപ്പോൾ ലോഗോ നെയിം മാത്രമല്ല, അതിൽ വരുന്ന ചില ഭാഗങ്ങളൊക്കെ നമ്മളുടെ ഐഡിയയിൽ വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് ചേർക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ ആണെങ്കിൽ സിസ്റ്റം റെഡി എന്നുള്ളത് നോർമലി എല്ലാവർക്കും അറിയാം. അത് മാറ്റേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. ഇൻവെർട്ടർ ഓൺ എന്നാക്കാം, ഇല്ലെങ്കിൽ ഇൻവെർട്ടർ റെഡി എന്നാക്കാം. അപ്പോൾ സിസ്റ്റം നോട്ട് റെഡി എന്നുള്ളത് ഇൻവെർട്ടർ നോട്ട് റെഡി, ഇല്ലെങ്കിൽ ഇൻവെർട്ടർ ഓഫ് എന്നുള്ളൊരു പൊസിഷനൊക്കെ അങ്ങനെ അതേപോലെ വരുന്ന എല്ലാ ഭാഗങ്ങളും നമുക്ക് അങ്ങനെ ടൈപ്പ് ചെയ്ത് ചേർക്കാം. അങ്ങനെ A to Z ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യാമെങ്കിലും ഏറ്റവും കൂടുതൽ അത്യാവശ്യം വരുന്നത് നമ്മളുടെ സ്ഥാപനത്തിൻ്റെ പേരോ ഇല്ലെങ്കിൽ നമ്മളുടെ പേരോ ആണ് അതിലൊന്നും ഇല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫോൺ നമ്പറാണ് അതിൽ ആഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സെക്ഷൻ നമുക്ക് ഇതിലോട്ട് ടൈപ്പ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങളുണ്ടാക്കി കൊടുക്കുന്ന ഇൻവെർട്ടറിൽ നിങ്ങളുടെ ലോഗോ നെയിമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറോ ഇതൊക്കെ അതിൽ ഡിസ്പ്ലേയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സഹായം വേണ്ടി വരും. അപ്പോൾ കമ്പ്യൂട്ടറിൽ Pikit 3 ഓപ്പൺ ചെയ്ത് അതിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ലെങ്ത് കൂടിയതായതുകൊണ്ട് 2 ഭാഗങ്ങളായിട്ടാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ 1ാം ഭാഗമാണ് ഇത്. അപ്പോൾ ഈ 1ാം ഭാഗം കഴിഞ്ഞ ശേഷം ഇതിൻ്റെ 2ാം ഭാഗവും നിങ്ങൾ മറക്കാതെ കാണണം. എന്നാലേ നിങ്ങൾക്കിത് പൂർണ്ണമായിട്ടും ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു നോളജ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലോ ഉപകാരപ്രദമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അടുത്തതായിട്ട് നമുക്ക് ഈ ഹെക്സ് കോഡ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഹെക്സ് കോഡ് 2 തരത്തിലെടുക്കാം. സാധാരണ നമ്മൾ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ കൂടി തന്നെ ഹെക്സ് കോഡ് നമുക്ക് എടുക്കാം. അതല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആണെങ്കിൽ മൊബൈൽ ഫോണിലൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയും നമുക്ക് ഹെക്സ് കോഡ് കിട്ടുന്നതാണ്. അപ്പോൾ ഹെക്സ് കോഡ് ഉണ്ടെങ്കിലേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
നമ്മളുടെ പേരാണെങ്കിൽ ആ പേരിൻ്റെ എക്സ് കോഡ് എത്രയാണെന്നുള്ളത് അറിയണം. അപ്പോൾ ആ കോഡ് അറിയുന്നതിന് വേണ്ടി ASCII എന്ന് പറയുന്ന ഒരു കൺവേർട്ടറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിത് ആ ഒരു പ്രോഗ്രാം നമുക്കിതിലോട്ട് കൊണ്ടുവരാം. ഇവിടെ ASCII ഇവിടെ കൺവേർട്ടർ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു കൺവേർട്ടറാണ് ASCII ടെക്സ്റ്റ് കൺവേർട്ടർ. അപ്പോൾ നമുക്കിവിടെ ഹെക്സ് ആണ് വേണ്ടത്. നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്ന ഹെക്സ് താഴത്തെ വിൻഡോയിലാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെയാണ് കൺവേർട്ട് എക്സോഡാമാറ്റിക് ടു ടെക്സ്റ്റ്. ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഹെക്സ് ഇവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ സോളാർ പവർ എന്ന് കൊടുക്കാം. SO സോളാർ LAPOWER. ഇപ്പോൾ ഇവിടെ സോളാർ പവർ എന്നുള്ളതിൻ്റെ എക്സ് കോഡ് കിട്ടി. നമ്മളിത് ക്യാപിറ്റലാണ് ചെയ്തിരിക്കുന്നതെങ്കിലും ഇവിടെ വിൻഡോയിൽ വന്നിരിക്കുന്നത് ചെറിയ ലെറ്ററുകൾ ഇവിടെ കാണാം, F എന്നുള്ളത്. അത് ക്യാപിറ്റലിൽ തന്നെ നിങ്ങൾ അടിക്കണം. അപ്പോൾ ഇവിടെ SOയ്ക്ക് പകരം പവർ എന്നുള്ളത് ഇവിടെ നേരെ വന്നിട്ടുണ്ട്. SOLAPAWER. ഈ രണ്ട് ലെറ്ററുകൾ നേരെ തിരിച്ചാണ് വരേണ്ടത്. നമ്മളിവിടെ രണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഈ രണ്ട് ലെറ്റർ, ഇപ്പോൾ SO നമുക്ക് അപ്പുറത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ 4F53 കൊടുക്കണം. 53 4F കൊടുത്തു കഴിഞ്ഞാൽ OS ആവുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ എല്ലാത്തിൻ്റെയും എസ് കോഡ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ABCDEFGHIJKLMNOPQRSTUVWXYZ. അപ്പോൾ നമ്മൾ ആൽഫബറ്റിക് 26 ലെറ്ററിൻ്റെ എക്സ് കോഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത എക്സ് കോഡ് വേണമെങ്കിൽ നമുക്കിവിടെ ഒന്ന് നോക്കാം. നമ്പറുകളാണ് 1 2 3 4. അപ്പോൾ ഇവിടെ 1 2 3 4ന് 31 32 31 34. അപ്പോൾ 1 2ന് വരേണ്ടത് 31 32 ആണെങ്കിലും നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ 32 31 എന്നാക്കുക. അതേപോലെ ഇപ്പോൾ @ ആണെങ്കിൽ 40 ആണ്, നമ്മൾ നേരത്തെ അടിച്ചു. അതേപോലെ സ്റ്റാർ ആണെങ്കിൽ 2A അടിച്ചായിരുന്നു. പിന്നെ ആൻഡ് ആണ് അടിച്ചത്. അപ്പോൾ ആൻഡ് 26 വന്നത്. ഹാഷ് ആണെങ്കിൽ ഹാഷിൻ്റെ 23. അപ്പോൾ ഇതേപോലെ ഈ വിൻഡോയിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നമുക്ക് ഓരോ എഡിറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളും കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു വിൻഡോ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു വിൻഡോ ഡയറക്റ്റ് നിങ്ങൾക്ക് എടുത്ത് ചെയ്യാം. കമ്പ്യൂട്ടറിലാണെങ്കിൽ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് അടിച്ചു കൊടുത്തിട്ട് ആ ഒരു വിൻഡോ ഇവിടെ വരുന്നതിൽ നേരെ ടൈപ്പ് ചെയ്താൽ മതിയാവും. നമുക്കിനി മൊബൈൽ ഫോണിലേയും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മൊബൈൽ ഫോണിലോട്ട് ആദ്യമായിട്ട് പ്ലേ സ്റ്റോർ എടുക്കാം. മൊബൈൽ ഫോണിന്റെ പ്ലേ സ്റ്റോറിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ASCII കൺവേർട്ടർ. ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോയാണ് വരുന്നത്. ഓൾറെഡി നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കണമുണ്ട്. ഇതെല്ലാം ഇവിടെ ഇത് ഓപ്പൺ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ കൊടുക്കാം. ഓപ്പൺ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയാണ് കിട്ടുന്നത്. ഇവിടെ മുകളിൽ ASCII കൺവേർട്ടർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അതിന്റെ താഴെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ ASCII കോഡ് കൊടുത്തിട്ടുണ്ട്. ബിൻ കൊടുത്തിട്ടുണ്ട്, ബൈനറി കോഡ്, OCT, ഹെക്സ്, BAS. നമുക്കിതിൽ വരുന്നത് ടെക്സ്റ്റും ഹെക്സുമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇവിടെ ഏത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കവിടെ അതിന്റെ ഹെക്സ് കോഡ് ഈ ഹെക്സ് എന്ന് പറയുന്ന ആ ഭാഗത്ത് വരുന്നതാണ്. നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ചെയ്യാം. അപ്പോൾ സോളാർ പവർ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. SO. അപ്പോൾ SOന് ഇവിടെ നമുക്ക് കോഡ് കിട്ടിയിട്ടുണ്ട് 4F53. അപ്പോൾ 53 4F ആണെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ തിരിച്ചാണ് ഇടുന്നത്. അടുത്തത് LA വന്നപ്പോൾ 41 ആണ്. അത് അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ വായിക്കുന്നത്. 4C 41 ഇവിടെ ഓർഡറിലാണെങ്കിലും തിരിച്ചിടുമ്പോഴാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. സോളാർ പവർ PO. അപ്പോൾ POയ്ക്ക് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 4F50 ആണ്. അപ്പോൾ 4F50 തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ OP ആവും. ഇനി നമുക്ക് സോളാർ പവർ POWE. അടുത്തത് വരുന്നത് 4557 ആണ്. ഇനി ഒരു ലെറ്ററും കൂടിയേ ഉള്ളൂ. R വരുന്നത് 52 ആണ്. അപ്പോൾ നമ്മൾ അവിടെ 2 ലെറ്ററുകൾ ടൈപ്പ് ചെയ്യേണ്ട സ്പേസും കൂടി അടിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്പേസും കൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 20 വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ സോളാർ പവർ എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ലെറ്റർ 53 4F 4C 41 50 4F 57 45 52 20. ഇങ്ങനെയാണ് നമുക്ക് ആ ഭാഗങ്ങളെല്ലാം എഡിറ്റ് ചെയ്യുന്ന വിൻഡോയിൽ ചെയ്യേണ്ടത്.
ചെയ്യേണ്ടത്. നമുക്കിവിടെ റീസെറ്റ് ചെയ്യണമെങ്കിൽ റീസെറ്റ് ചെയ്യാം. വീണ്ടും ഇവിടെ ടെക്സ്റ്റ് എടുത്തിട്ട് ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഏത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. AB. അപ്പോൾ ABക്ക് നമുക്ക് ഇവിടെ നമ്പർ കിട്ടിയിരിക്കുന്നത് 4142 ആണ്. അടുത്തത് CDക്ക് കിട്ടിയിരിക്കുന്നത് 4344. അപ്പൊ അങ്ങനെ ഏത് ടെക്സ്റ്റ് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ഹെക്സ് കോഡ് ഇവിടെ കിട്ടുന്നതാണ്. ഇവിടെ കിട്ടുന്ന ഹെക്സ് കോഡ് റിവേഴ്സ് ആയിട്ട് എഡിറ്റിംഗ് വിൻഡോയിൽ പോയി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോഗോ നെയിമോ അല്ലെങ്കിൽ നമ്മളുടെ പേരോ ഫോൺ നമ്പറോ എന്ത് തന്നെ ആയാലും ഇൻവെർട്ടറിന്റെ LCD ഡിസ്പ്ലേയിൽ കാണാവുന്നതാണ്. നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിൽ നമുക്ക് ആവശ്യമുള്ള പ്രോഗ്രാമുകൾ എല്ലാം ഉണ്ടാവും. അതിൽ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് പിക്കിറ്റ് 3 ആണ്. അപ്പോൾ പിക്കിറ്റ് 3 നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് പിക്കിറ്റ് 3യുടെ പ്രോഗ്രാമർ കണക്ട് ചെയ്യേണ്ടതാണ്. അതേപോലെ ഏത് ഡിവൈസിലോട്ടാണോ പ്രോഗ്രാം റൈറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ റൈറ്റ് ചെയ്യേണ്ട പ്രോഗ്രാം ഏതാണ് ആ പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്ന IC നമ്മൾ ഇതിൽ ഇട്ടിരിക്കണം. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 30F2010 ആണ്. സാധാരണ 30F2010 നമ്മളിവിടെ ചെയ്യുന്നത് സൈൻ വേവ് ഇൻവെർട്ടറിലും MPPT-യിലൊക്കെ ഉള്ള പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നത് 30F സീരീസിലുള്ള IC ആണ്. അപ്പോൾ നമുക്കിവിടെ ഈ പിക്കിറ്റ് 3 ഓപ്പൺ ചെയ്യാം. അപ്പോൾ പിക്കിറ്റ് 3 മോണിറ്ററിൽ ഇവിടെ കിടക്കുകയാണ്. നമുക്കിത് വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പ്രോഗ്രാമുകൾ ഡിറ്റക്ട് ചെയ്യുന്നതാണ്, IC ഡിറ്റക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വിൻഡോ ചെറുതായതുകൊണ്ട് നമുക്ക് ഈ സ്ക്രീനിന്റെ മധ്യഭാഗത്ത് കൊണ്ടുവന്ന് വെക്കാം. അപ്പോൾ പിക്കിറ്റ് 3യുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ആ വിൻഡോയിൽ കാണുന്നത് മുകളിലുള്ള ടൈറ്റിലുകൾ കൂടാതെ താഴത്തെ DSP പിക്ക് 30F കോൺഫിഗറേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡിവൈസ് ഇവിടെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. 30F2010 IC ഇവിടെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ 2 വിൻഡോയുണ്ട്. ഈ വിൻഡോയിൽ മുകളിൽ ഒരു വിൻഡോയും താഴത്തെ ഒരു വിൻഡോയും ഉണ്ട്. സൈൻ വേവ് ഇൻവെർട്ടറിൽ അല്ലെങ്കിൽ MPPT-യിലായാലും വിവിധ ഇനം പ്രോഗ്രാമുകളാണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചില പ്രോഗ്രാമുകൾ വലിയ വിൻഡോയിൽ എഡിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഒരു പ്രോഗ്രാം ഇതിലോട്ട് കൊണ്ടുവരാം. ഫയലിൽ പോയിട്ട് ഇമ്പോർട്ട് എക്സ് കൊടുക്കാം. ഇതിലുള്ള ഒരു എക്സ് ആണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ എക്സ് ഇവിടെ സക്സസ്ഫുള്ളി ഇമ്പോർട്ടഡ് കാണിച്ചിട്ടുണ്ട്. ഫയലിന്റെ സ്റ്റാറ്റസ് കാണിക്കുന്ന ഒരു വിൻഡോയാണിത്. ഈ വിൻഡോയിൽ നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് പ്രോഗ്രാമാണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ പ്രോഗ്രാം നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രോഗ്രാമാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. താഴത്തുള്ള വിൻഡോയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇവിടെ ഒരു ചെറിയൊരു വിൻഡോ കാണാം. ഇതിൽ വേർഡ് ASCII, ബൈറ്റ് ASCII ഇങ്ങനെ 3 ടൈപ്പ് പ്രോഗ്രാമുകൾ ഇതിലുണ്ട്. എഡിറ്റ് ചെയ്യാവുന്ന ഒരു പോർഷൻ ഈ ഒരു ചെറിയ വിൻഡോയിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ വേർഡ് ASCII, ബൈറ്റ് ASCII. അപ്പൊ നമുക്ക് ഇവിടെ ബൈറ്റ് ASCII കൊടുത്തു കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്ത പ്രോഗ്രാം ഫയലിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ അതിന്റെ കോഡുകളാണ് കാണുന്നത്. ഈ വിൻഡോയിൽ കോഡുകൾ ഉണ്ടെങ്കിലും ഇവിടെ എഡിറ്റ് ചെയ്യാവുന്ന ഒരു ബുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ബുക്കിലാണ് നമ്മളിവിടെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്ത് നമുക്കിവിടെ ബൈറ്റ് ASCII കൊടുത്തിട്ടുണ്ട്. ഇവിടെ എനേബിൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ താഴോട്ട് വരുമ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ലോഗോ നെയിം കാണാവുന്നതാണ്. സാധാരണ ഓൺ ചെയ്യുമ്പോൾ തന്നെ വരുന്ന കുറച്ചു ലെറ്ററുകളാണ് ഇവിടെ കാണുന്നത്. സിസ്റ്റം നോട്ട് റെഡി. അപ്പോൾ ഈ സിസ്റ്റം നോട്ട് റെഡി ഇവിടെ മാറ്റണമെങ്കിൽ മാറ്റാം. ഇതിന് പകരം നമുക്ക് ഇൻവെർട്ടർ നോട്ട് റെഡി ഇല്ലെങ്കിൽ ഇൻവെർട്ടർ ഓഫ് എന്നൊക്കെ കൊടുക്കാം. അപ്പോൾ നമ്മളത് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മളിവിടെ പേര് എഡിറ്റ് ചെയ്യുക. സിസ്റ്റം നോട്ട് റെഡിയുടെ തൊട്ട് താഴെയാണ് നമുക്ക് വേണ്ട എഡിറ്റ് ചെയ്യേണ്ട ഒരു പോർഷൻ ഉള്ളത്. ഇവിടെയാണ് നമ്മൾ സോളാർ പവർ എന്ന് പറയുന്ന ഒരു ലോഗോയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പോർഷനിലാണ് നമ്മളിവിടെ എഡിറ്റ് ചെയ്യേണ്ടത്. ഇതിന്റെ താഴത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന സെറ്റിംഗ്സ് എല്ലാം കാണാം. ഫാക്ടറി സെറ്റിംഗ്സ്, ഇൻവെർട്ടർ സ്റ്റാർട്ട്, അങ്ങനെ താഴത്തോട്ട് പോകുമ്പോൾ എല്ലാം കാണാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ലോഗോ നെയിം എടുക്കുകയാണ്. സോളാർ പവർ ആണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ സോളാർ പവർ ഇവിടെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് എക്സ് കോഡ് വഴിയാണ്. എക്സ് കോഡ് നമ്മൾ ഇവിടെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 2 ലൈൻ ഇവിടെ ആയിട്ട് കൊടുത്തിരിക്കുന്നു. 0AO എന്നുള്ളതുകൊണ്ട് 0AB, 0BO ഈ 3 ലൈനിലായിട്ട് നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാം. അതായത് 16 ലെറ്ററുകൾ ഇവിടെ എഡിറ്റ് ചെയ്യാം. അപ്പോൾ 16 ലെറ്ററുകൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ എഡിറ്റ് ചെയ്ത ഭാഗം നമുക്ക് ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ ഒരു ഇൻവെർട്ടറിന്റെ ബോർഡിൽ ഇട്ട് നോക്കി ഡിസ്പ്ലേ ഓൺ ചെയ്ത ശേഷമേ നമുക്ക് അതിന്റെ അലൈൻമെന്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് ഇട്ട് നോക്കാം. അപ്പോൾ സ്പേസ് അങ്ങോട്ട് മാറ്റണം. ഇല്ലെങ്കിൽ എവിടെയാണ് അലൈൻമെന്റ് പോയത്, സെൻട്രൽ അലൈൻമെന്റ് അല്ലെങ്കിൽ സെന്റർ കൊണ്ടുവരിക. അതേപോലെ ലെഫ്റ്റ് അലൈൻമെന്റ് ആണെങ്കിൽ ലെഫ്റ്റ് അലൈൻമെന്റ് കൊണ്ടുവരിക. ഇവിടെ ഇപ്പോൾ SOLAPO ആണ് ഈ ലൈനിൽ കിടക്കുന്നത്. അടുത്ത ലൈനിൽ കിടക്കുന്നത് WER, സോളാർ പവർ. അപ്പോൾ ഇതിൽ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ലെറ്റർ 1, 2, 3, 4, 5, 6, 7, 8, 9 ലെറ്ററുകളാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ടോട്ടലി 16 ലെറ്റർ ആയതുകൊണ്ട് ഇനിയും 7 ലെറ്റർ കൂടി വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് ഏത് പേരാണോ ഇവിടെ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ പേര് നമുക്ക് 2ാമത്തെ ലൈനിലോ 1ാമത്തെ ലൈനിലോ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ലെറ്റർ കൂടുതലാണെങ്കിൽ 1ാമത്തെ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം.
അപ്പോൾ ഒന്നാമത്തെ ലൈൻ തുടങ്ങുന്നത് ഇവിടെയാണ് തുടങ്ങുന്നത്. 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പറുകളാണ്. 20 എന്ന് പറയുന്ന നമ്പർ ഒരു സ്പേസ് ആണ്. പിന്നെയും ഒരു 20 കൊടുത്താൽ 2 സ്പേസ്. അപ്പോൾ ഈ എഡിറ്റ് ചെയ്യേണ്ട 4 ടേബിളുകളാണ് ഇവിടെ കാണുന്നത്. ടേബിളിന്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് AO. അപ്പോൾ ഈ ഒന്നാമത്തെ എഡിറ്റ് ചെയ്യേണ്ട ഒന്നാമത്തെ പോർഷനായ AO0 AOയിൽ ഇവിടെ മുകളിലത്തെ കുറച്ച് ഭാഗം കാണാം. സിസ്റ്റം നോട്ട് റെഡി എന്നുള്ളതിന്റെ ഭാഗമാണ് ഇവിടെ വന്നിരിക്കുന്നത്. 61 65 79 64 0000. അത് കഴിഞ്ഞിട്ട് വരുന്ന സ്പേസ് ഇവിടെയാണ് സ്പേസ്. ഇപ്പോൾ ഇവിടെ 2 കുത്തുണ്ട്. പിന്നെ ഇവിടെ 2 ലെറ്ററിന്റെ സ്പേസ് ഇവിടെ കാണാം. ഈ കുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ PO എന്നുണ്ട്. അതേപോലെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഇങ്ങനെയാണ് നമ്മൾ സൈൻ വേവ് ഇൻവെർട്ടർ അല്ലെങ്കിൽ MPPTയിലേക്ക് വരുന്ന ഡിസ്പ്ലേയിൽ നമ്മുടെ പേര് അല്ലെങ്കിൽ ലോഗോ നെയിം അതുമല്ലെങ്കിൽ A to Z ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് നമ്മളുടെ സ്റ്റൈലിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് ഇതിൻ്റെ 1ാം ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ 2ാം ഭാഗത്തിൽ കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.